മറുഭരണം ഉണ്ടാവുന്നത് നല്ലതാണ്. എല്ലാ കൊല്ലവും ഒരു ആൾ തന്നെ ഭരിക്കുന്നത് ശരിയല്ലല്ലേ. പുതിയ ഒരു ഭരണമാറ്റം നല്ലത് തന്നെയാണ്. എക്സിറ്റ് പോൾ ചിലപ്പോൾ കറക്റ്റായി വരും. സാധ്യത നേരിയ ഭൂരിപക്ഷത്തിൽ കോൺഗ്രസ് ഭരിക്കാൻ സാധ്യതയുണ്ട്. 4 ദിവസത്തിനകത്ത് ഈ BJP ആണ് കൂടുതലൂടെ ശക്തമായി വരാൻ സാധ്യത കൊടുത്തുള്ളത്. നമസ്കാരം. കേരളം ഉൾപ്പെടെ 5ഓളം സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. അതിൻ്റെ റിസൾട്ട് വരാൻ ഏതാനും ദിവസങ്ങളാണ് ബാക്കിയുള്ളത്. കഴിഞ്ഞ ദിവസം ഈ സംസ്ഥാനങ്ങളിലെല്ലാം ആര് തിരഞ്ഞെടുക്കപ്പെടും എന്നുള്ള രീതിയിൽ ഒരു എക്സിറ്റ് പോൾ ഫലങ്ങളുണ്ടായി. എന്തായാലും കഴിഞ്ഞ 10 വർഷത്തെ പിണറായി ഭരണത്തിന് ഒരു അവസാനം കുറിക്കുമെന്നാണ് നിരവധി എക്സിറ്റ് പോളുകൾ പ്രവചിച്ചിരിക്കുന്നത്. എന്തായാലും നമുക്ക് കൊല്ലത്തുള്ള ജനങ്ങളോട് തന്നെ ചോദിക്കാം, ഈ പ്രവചനമെല്ലാം സത്യമാകുമോ? നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അതോ തുടർഭരണം തന്നെ കിട്ടുമോ? അതോ ഇനിയുള്ള കാത്തിരിപ്പ് 4 ദിവസം കഴിഞ്ഞ് ഒരു യഥാർത്ഥ വിധി വരുമ്പോൾ മാത്രമേ അതിൽ വിശ്വസിക്കുന്നുള്ളൂ? എന്തായാലും നമുക്ക് കൊല്ലത്തെ ജനങ്ങളോട് തന്നെ ഈ അഭിപ്രായം ചോദിച്ചറിയാം. കഴിഞ്ഞ ദിവസം ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്നു. ആ ഫലങ്ങളിൽ വിശ്വാസം അർപ്പിക്കുന്നുണ്ടോ? 10 വർഷത്തെ തുടർഭരണത്തിൻ്റെ ഒരു മറുഭരണം ഉണ്ടാവുന്നത് നല്ലതാണ്. എല്ലാ കൊല്ലവും ഒരു ആൾ തന്നെ ഭരിക്കുന്നത് ശരിയല്ലല്ലേ. പുതിയ ഒരു ഭരണമാറ്റം നല്ലത് തന്നെയാണ്. എക്സിറ്റ് പോൾ ചിലപ്പോൾ കറക്റ്റായി വരും. അപ്പോൾ ആ ഒരു വിശ്വാസമാണ്. അല്ലാതെ 4 മണി വരെ കാത്തിരിക്കേണ്ട കാര്യമില്ല. അപ്പം ഈ ബംഗാളിലൊക്കെ ഈ BJP ഭരണമൊക്കെ വരുമെന്ന് പറഞ്ഞാൽ അത് ഉറപ്പായിട്ടും വരും. BJP ഭരണം ഉറപ്പായിട്ട് വരും. മമതാ ബാനർജിയുടെ 15 വർഷത്തെ ഭരണം അവസാനിക്കും. ഉറപ്പായിട്ട് അവസാനിക്കും. എന്തായാലും ഇത് തുടർ ഭരണം ഉണ്ടാവുമെന്ന് പറഞ്ഞവർ മന്ത്രിമന്ദിരത്തിൽ താമസിക്കുക ഒരിക്കലും നടക്കത്തില്ല. അപ്പോൾ വിശ്വാസയോഗ്യമാണ് ഇന്നലത്തെ എക്സിറ്റ് പോൾ ഫലങ്ങൾ. ഉറപ്പാണ്. 3ാം വട്ടവും പിണറായി സർക്കാർ തന്നെ വരും. ഈ എക്സിറ്റ് പോൾ ഫലങ്ങളൊന്നും നമുക്കൊരു വിശ്വാസമില്ല. 4-ാം തീയതി ഉച്ച കഴിയുമ്പം അറിയും. അതിന് വീണ്ടും അത് മൂന്നാം ടൈം വരും. അതാണ് വിശ്വാസം. വേറെ മറ്റഭിപ്രായങ്ങൾ വല്ലതുണ്ട്? ബംഗാളിലൊക്കെ BJP ഒക്കെ വരുമെന്ന് പറഞ്ഞു. അതിനകത്ത് വിശ്വാസമുണ്ടോ? അവിടെ മമത വരും. എല്ലാം 4-ാം തീയതി വരെ വെച്ചിരിക്കുകയാണ്. ഈ പോളിനകത്തൊരു വിശ്വാസം അർപ്പിക്കുന്നില്ല. ഓക്കെ. ഇന്നലത്തെ എക്സിറ്റ് പോൾ ഫലങ്ങളെല്ലാം പിണറായി ഭരണത്തിൻ്റെ അവസാനമാണ് പറഞ്ഞിരിക്കുന്നത്. അത് വിശ്വസിക്കുന്നുണ്ടോ? സാധ്യത നേരിയ ഭൂരിപക്ഷത്തിൽ കോൺഗ്രസ് ഭരിക്കാൻ സാധ്യതയുണ്ട്. സാധ്യതയുണ്ട്. അവർ പറഞ്ഞ 80 കിട്ടത്തില്ല. എന്തായാലും നമ്മൾ പെട്ടി പൊട്ടിച്ചാൽ എൻ്റെ യഥാർത്ഥ സത്യം അറിയാൻ പറ്റും. ഞങ്ങൾ BJP-ക്കാർക്ക് 5 സീറ്റ് കിട്ടും. ആണോ? അപ്പോൾ ആ ഒരു പ്രതീക്ഷയല്ലേ ഉള്ളൂ? 5 ഉള്ളോ? അതിൽ കൂടുതൽ കിട്ടത്തില്ലേ? അത്രയും കിട്ടുന്ന സാധ്യത. പശ്ചിമ ബംഗാളിലൊക്കെ BJP തന്നെ. അപ്പോൾ ഇനി ഇവിടെ കേരളത്തിൽ അതിന് മാറ്റം ഉണ്ടാവും. പയ്യനെ കൊണ്ട് മാറ്റം വരും. UDF ഭരണത്തിലാണ് ഇപ്പോൾ വരാൻ സാധ്യത കൂടുതൽ. എക്സിറ്റ് ഫലങ്ങളിൽ പറയാൻ പറ്റത്തില്ല. അത് ഇവിടുത്തെ രീതി എങ്ങനെയാണെന്നും ഇപ്പം ഇലക്ഷൻ 3-4 ദിവസം കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ റിസൾട്ടിന്. 4 ദിവസത്തിനകത്ത് BJP ആണ് കൂടുതലൂടെ ശക്തമായി വരാൻ സാധ്യത കൊടുത്തുള്ളത്. അപ്പോൾ ഈ ഫലത്തെ വെട്ടിച്ചുകൊണ്ട് ചിലപ്പോൾ റിസൾട്ട് വരാൻ സാധ്യതയുണ്ട്. പെട്ടി പൊട്ടിക്കുമ്പോൾ സാധ്യതയുണ്ട്. അപ്പോൾ അതാണ് മനസ്സിലാക്കുന്നത്. ജനങ്ങൾക്ക് കൽപ്പിക്കുന്ന എന്ത് സാധനങ്ങൾക്കായാലും യാതൊരു മാറ്റവും ഇല്ല. നാം ആ വിലയ്ക്ക് തന്നെ അവർ പറയുന്ന വിലയ്ക്ക് തന്നെ നമ്മൾ മേടിക്കണം. ആര് ഭരിച്ചാലും ഞങ്ങൾക്കൊരു ഫലവുമില്ല. അപ്പോൾ ജനാധിപത്യ രാജ്യത്ത് നമ്മളല്ലേ അധികാരികൾ, നമ്മൾ തിരഞ്ഞെടുക്കില്ലയോ? അപ്പോൾ തിരഞ്ഞെടുത്ത് വരുന്ന സർക്കാർ നമ്മുടെ അവകാശം നമ്മൾ വോട്ട് കൊടുക്കുന്നു. പിന്നെ അവർ ജയിക്കുന്നത് അവരുടെ ഇഷ്ടമനുസരിച്ച് അവർ പ്രവർത്തിക്കുന്നില്ല. നമ്മുടെ ഇഷ്ടത്തിനൊന്നുമല്ലേ അവർ ചെയ്യുന്നത്. അപ്പോഴതിൽ കഴിഞ്ഞ 10 വർഷമായിട്ട് ഭരിച്ചുകൊണ്ടിരുന്ന മുഖ്യമന്ത്രിയെ മാറ്റി ഇപ്പോൾ പുതിയ മുഖ്യമന്ത്രി വരുമെന്നാണ് ഇന്നലെ എക്സിറ്റ് പോൾ പറയുന്നത്. കഴിഞ്ഞ മുഖ്യമന്ത്രിയെ കൊണ്ട് ഒരു കുഴപ്പമില്ല. ഇനി വരുന്ന മുഖ്യമന്ത്രി എന്താണെന്ന് അത് ദൈവത്തിന്. അപ്പോൾ അല്ല, നമ്മൾ തിരഞ്ഞെടുക്കാൻ വോട്ട് ചെയ്തിട്ട് നമുക്കൊന്നും ചെയ്തു തരുന്നില്ലെന്ന് പറയും. 10 വർഷമായിട്ട് ഇരുന്നിട്ട് മുഖ്യമന്ത്രി അവനവന്റെ ഉത്തരവാദിത്തങ്ങൾ അവനവൻ ചെയ്യുന്നു. അത് ശരിയായാലും തെറ്റായാലും ജനങ്ങൾ അംഗീകരിക്കുന്നു. അപ്പം എക്സിറ്റ് പോൾ ഫലം പറഞ്ഞത് പ്രതീക്ഷിക്കുക ആ വിജയം തന്നെ വരുമോ? അതോ മാറ്റം ഉണ്ടാവുമോ? തുടർഭരണം ഉണ്ടാവുമോ? അങ്ങനെയൊന്നും പ്രതീക്ഷിക്കുന്നില്ല. ആര് ജയിച്ചാലും അവരുടെ ഭരണമേ നടക്കത്തുള്ളൂ. നമ്മൾ വോട്ട് ചെയ്യുക എന്നുള്ള മാത്രം. അമ്മമാരായാലും അവർ പിതാക്കന്മാരായാലും യുവജനങ്ങളായാലും വോട്ട് നമ്മുടെ കർമ്മങ്ങൾ നമ്മൾ ചെയ്യും. നമ്മുടെ അവകാശമാണ്. ഇപ്പോൾ ജയിക്കുന്നവരാരോ ആർക്കാണ് തോനെ മൂല്യം കിട്ടുന്നത് അവരുടെ ഭരണം അതിന് നമ്മൾ അംഗീകരിച്ച് പോയേ. അത് തന്നെയാണ് UDF തന്നെ വരുമെന്നാണ് പറയുന്നത്. 10 വർഷത്തെ പിണറായി ഭരണത്തിൻ്റെ അവസാനമാണ്. അതിൽ സന്തോഷമാണോ? പിണറായി ഭരണം 10 കൊല്ലത്ത് അവസാനിക്കുന്നതിൻ്റെ സന്തോഷത്തിലാണ്. അപ്പോൾ പോൾ പ്രവചനം ശരിയാണ്. പിണറായി അവസാനിക്കണമെന്നുള്ള ആഗ്രഹത്തിരിക്കുകയാണ്. അപ്പോൾ ഇന്നലത്തെ എക്സിറ്റ് പോൾ ഫലങ്ങളുടെ പ്രവചനം 4-ാം തീയതി അത് പൂർത്തീകരിക്കും. സത്യം. അപ്പോൾ ആ ഒരു ആഗ്രഹത്തിൽ എന്തായാലും മാറ്റം ഉണ്ടാവുമെന്ന പ്രതീക്ഷയിലാണ്. സോഷ്യൽ മീഡിയയിൽ പിന്നെ റിവീൽ ചെയ്യാൻ താല്പര്യം
താല്പര്യമില്ല. എന്നാലും 4-ാം തീയതി 12 മണി വരെ കാത്തിരിക്കുകയാണോ? കാത്തിരിക്കാം. അപ്പം ഈ ഇടതുപക്ഷത്തിന്റെ ഭരണം അവസാനിക്കും, കോൺഗ്രസ് UDF വരുമെന്നൊക്കെ പറഞ്ഞതിനകത്തൊന്നും എന്താണ് പറയുന്നില്ല. ആ, റിസൾട്ട് വരുന്നത് വരെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. മനസ്സിലുള്ള ആഗ്രഹം മനസ്സിൽ തന്നെ വെച്ചിരിക്കുക, പുറത്ത് പറയുന്നില്ല. എന്താണ്? ആ ആ എന്തായാലും നമ്മൾ നല്ല വരുന്ന ആൾക്കാർക്കല്ലേ വോട്ട് ചെയ്തത് ഭരണത്തിന് വേണ്ടി. ആ, കൂടുതൽ പേര് എങ്ങനെ ചെയ്യുന്നതെന്ന് നമുക്ക് 4-ാം തീയതി അറിയാം. നമ്മോടൊപ്പം പശ്ചിമ ബംഗാൾ സ്വദേശിയാണ് ഉള്ളത്. അദ്ദേഹം പറയുന്നത് എന്താണെന്ന് നോക്കാം. കോൺ ജീതേഗാ ഉധർ? बीजेपी आप कैसे मालूम उधर? मेरे को मालूम है बीजेपी आएगा. एग्जिट पोल सही है? सही है, सही बीजेपी आएगा, सही है. ओके. वो नरेंद्र मोदी हमारा उधर गया ना, हाँ, वो नरेंद्र मोदी आएगा, नरेंद्र मोदी. हाँ, पश्चिम बंगाल में बीजेपी आएगा. बीजेपी ജനങ്ങളുടെ ഇടയിലും എക്സിറ്റ് പോൾ ഫലങ്ങൾ പലതും പ്രവചിക്കുന്നത് പോലെ, ഭൂരിഭാഗം പേരും പ്രവചിക്കുന്നത് പോലെ തന്നെയാണ് ജനങ്ങൾ, പാർട്ടിക്കാരായിട്ടുള്ളവരും ആ പാർട്ടിയിൽ വിശ്വസിക്കുന്നവരും എല്ലാം തന്നെ അവരുടെ വിശ്വാസം 4-ാം തീയതി വരെ ഉച്ചവരെ കാക്കാമെന്ന് പറയുന്ന ജനങ്ങളുമുണ്ട്. അതേപോലെ ഫലം പ്രവചിച്ച എക്സിറ്റ് പോൾ ഫലങ്ങൾ സത്യസന്ധമാകും, അതനുസരിച്ച് തന്നെ ഒരു UDFന്റെ ഭരണം വരാൻ സാധ്യതയുണ്ട്. അതുതന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം എന്ന് പറയുന്ന ജനങ്ങളെ നമുക്ക് കാണാൻ കഴിഞ്ഞു. എന്തായാലും 4-ാം തീയതി ഇനി മണിക്കൂറുകൾ, ദിവസങ്ങൾ അധികമില്ലെങ്കിൽ മണിക്കൂറുകൾക്ക് മാത്രം ബാക്കിയാണ്. കേരളം ആര് ഭരണം, തുടർ ഭരണമാണോ അതോ കേരളം UDFന്റെ സർക്കാരാണോ എന്നുള്ളത് തീർച്ചയായിട്ടും ജനങ്ങൾ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ഇന്നത്തെ ഫലം വന്നതോടുകൂടി അല്പമെങ്കിലും ആശ്വാസമുള്ളവർക്ക് അല്പമെങ്കിലും ആശ്വാസം അവർക്ക് കിട്ടും എന്നാണ് അറിയാൻ കഴിയുന്നത്. മലയാളി വാർത്ത, രാമഭദ്രൻ.